തിരുപ്പിറവിക്ക് ഒരുക്കമായ ആഗമനകാലത്തിലാണ് നാം. കാലിത്തൊഴുത്തിലെ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതൽ നമുക്ക് സമ്മാനിക്കുന്നത് ഹൃദയത്തിൽ ശാന്തിയും സന്തോഷവുമാണ്. ഈ സന്തോഷവും സമാധാനവും നമ്മുടെ സ്വന്തമാകുമ്പോഴാണ് തിരുപ്പിറവിക്ക് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലും കുടുംബങ്ങളിലും സഭാസമൂഹങ്ങളിലുമൊക്കെ കൂടുതൽ അർത്ഥം ഈ ആഘോഷത്തിന് വരിക. ഫ്രാൻസിസ് പാപ്പ 2013 ഒരു ആഗമന കാല ചിന്തയിൽ ഈ ആഗമനകാലത്തെയും തിരുപ്പിറവിയെയും വിവരിച്ച് പറയുക ഒരു യാത്രയാണ് നാം. അതായത് മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്ര. അതോടൊപ്പം തന്നെ ദൈവത്തെ അന്വേഷിച്ചുള്ള മനുഷ്യൻ്റെ യാത്രയുമാണ് ഈ ആഗമനകാലവും തിരുപ്പിറവിയും. നമുക്ക് ഈ യാത്രയെപ്പറ്റി ഒന്ന് വിചിന്തനം ചെയ്യാം. ഒന്നാമതായി, മനുഷ്യനെ തേടിയുള്ള ആ ദൈവത്തിൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമാക്കുക ഓരോ മനുഷ്യ ജന്മവും ദൈവത്തിൻ്റെ കടന്നുവരവാണ്. ദൈവവും മനുഷ്യനുമായുള്ള ആ അടുപ്പത്തിൻ്റെ അടയാളമാണ് ഈ യാത്ര. രണ്ടാമതായി, മനുഷ്യൻ്റെ സഹനങ്ങളുടെയും നൊമ്പരങ്ങളുടെയും നേരത്ത് ദൈവമെന്നും സമീപസ്ഥനാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദൈവത്തിൻ്റെ ഈ മനുഷ്യനോട് നേരെയുള്ള യാത്ര. മൂന്നാമതായി, മനുഷ്യൻ പാപം ചെയ്ത് അവിടുത്തെ ആ സ്നേഹവലയത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ ദൈവം ആകുലതയോടെ അവൻ്റെ ജീവിതത്തിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു വരുന്നതും ഈ ദൈവത്തിൻ്റെ മനുഷ്യനെ തേടിയുള്ള യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ്റെ യാത്രയെപ്പറ്റി ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ വരവിൻ്റെ സമയത്ത് മാലാഖമാർ പാടിയതാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സമാധാനം, ഈ ഒരു സന്തോഷം, ഈ ഒരു സൗഭാഗ്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകണം. പ്രത്യേകിച്ച് വ്യത്യസ്തമായ പ്രയാസങ്ങളും അസ്വസ്ഥതകളുമൊക്കെ നടക്കുന്ന ഈ ജീവിതയാത്രയിൽ നമുക്ക് ഏറെ അത്യന്താപേക്ഷിതമാണ് ദൈവം സമ്മാനമായി നൽകുന്ന ഈ ശാന്തി, ഈ സമാധാനം, ഈ സന്തോഷം. അതിനായി മനുഷ്യൻ്റെ ദൈവത്തിലേക്കുള്ള യാത്രയും തുടർന്നു പോകണം. അങ്ങനെ ഈ രണ്ട് യാത്രകളാണ് പ്രത്യേകിച്ച് ഈ ആഗമന കാലത്തിലും തിരുപ്പിറവിയുടെ അവസരത്തിലുമൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവം മനുഷ്യൻ്റെ നേർക്കുള്ള യാത്ര, മനുഷ്യൻ ഈ ശാന്തിയും സന്തോഷവും അനുഭവിക്കുവാൻ ദൈവത്തിൽ നിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര. നമുക്ക് ഈ ദൈവത്തിൻ്റെ മനുഷ്യരെ തേടിയുള്ള യാത്രയെപ്പറ്റി കുറച്ചുകൂടെ വിചിന്തനം ചെയ്യാം. ആദ്യമായി നമുക്ക് വിചിന്തനം ചെയ്യാവുന്നത് ഓരോ മനുഷ്യ ജീവിതവും ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജന്മവും ദൈവം മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്: എവറി ചൈൽഡ് കംസ് വിത്ത് ദ മെസ്സേജ് ദാറ്റ് ഗാഡ് ഈസ് നോട്ട് യെറ്റ് ഡിസ്കറേജ്ഡ് ഓഫ് മാൻ എന്ന്. എത്ര അർത്ഥസമ്പുഷ്ടമായ വാക്യം! മനുഷ്യൻ്റെ കാര്യത്തിൽ ദൈവം നിരാശപ്പെട്ടിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കലാണ്, ആ സന്ദേശമാണ് ഓരോ കുഞ്ഞിൻ്റെയും വരവ് നമ്മെ ഓർപ്പിക്കുന്നത്, ഓരോ മനുഷ്യൻ്റെയും ജനനം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. Every child comes with the message that God is not yet discouraged of man. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 26-ാം വാക്യത്തിലും 27-ാം വാക്യത്തിലും നാം കാണുന്ന ഇതാണ്: ദൈവം
വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യൻ അവനെ സൃഷ്ടിച്ചു. ഓരോ മനുഷ്യ വ്യക്തിയുടെയും മുഖത്ത് ദർശിക്കുക, പ്രതിഫലിക്കുക ഈ ദൈവത്തിൻ്റെ സാദൃശ്യവും മഹത്വവുമൊക്കെയാണ്. ഓരോ മനുഷ്യ വ്യക്തിയും ഈ മണ്ണിൽ ജന്മം കൊള്ളുമ്പോൾ ഈ ദൈവത്തിൻ്റെ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുക. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 357 വാക്യത്തിൽ ഈ ഉൽപ്പത്തി വചനം കൂടുതൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മാഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല, പ്രത്യുത ഒരു വ്യക്തിയാണ്, ഒരാളാണ്. സ്വയം അറിയുവാനും സ്വയം ഉൾക്കൊള്ളുവാനും സ്വതന്ത്രമായി സ്വയം ദാനം ചെയ്യുവാനും കഴിവുള്ളവനാണ് മനുഷ്യൻ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിവരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ അന്തസ്സും അവിടുത്തെ സാധ്യതകളും മനുഷ്യന് സ്വന്തമായി അനുഭവവേദ്യമാകുന്നു. ദൈവത്തിൻ്റെ ഈ മണ്ണിലേക്കുള്ള യാത്രയുടെ അടയാളമാണ്, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ തെളിവാണ് ഓരോ മനുഷ്യ വ്യക്തിയിലും നാം ദർശിക്കേണ്ടത്, കാണേണ്ടത്. വിശുദ്ധ കാതറിൻ ഓഫ് സിയന്ന, സിയന്നയിലെ വിശുദ്ധ കത്രീന ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതും മതബോധന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. മനുഷ്യനെ ഇത്രയേറെ മാഹാത്മ്യമുള്ളവനായി പ്രതിഷ്ഠിക്കാൻ ദൈവമേ നിന്നെ പ്രേരിപ്പിച്ചതാരാണ്? നിന്നിൽ തന്നെ നിന്റെ സൃഷ്ടിയെ വീക്ഷിക്കുവാൻ ഹേതുവാക്കിയ നിന്റെ അമേയമായ സ്നേഹമാണിതെന്ന് തീർച്ച. നിന്റെ സൃഷ്ടിയുമായി നീ സ്നേഹബന്ധത്തിലായി. തീർച്ചയായും സ്നേഹം നിമിത്തമാണ് നീ അതിനെ സൃഷ്ടിച്ചത്. നിന്റെ സനാതന നന്മ അനുഭവിക്കുന്നതിന് സ്നേഹം മൂലം അതിന് അസ്തിത്വം നൽകി. അതാണ് സിയന്നയിലെ വിശുദ്ധ കത്രീന എഴുതിയത്. ദൈവത്തിൻ്റെ അപരിമേയമായ സ്നേഹം, അവിടുത്തെ അനന്തമായ കാരുണ്യം, പ്രതിജ്ഞാബദ്ധത, അതാണ് ഓരോ മനുഷ്യ വ്യക്തിയിലും നാം ദർശിക്കുന്നത്. വിശുദ്ധ ക്രിസോസ്റ്റമിനെയും ഉദ്ധരിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലേക്ക് ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കുന്നു. ദൈവം ഇത്രയേറെ ബഹുമാനത്തോടെ സൃഷ്ടിക്കുവാൻ തുടങ്ങുന്ന മനുഷ്യൻ ആരാണ്? മഹാനും ആദരണീയനുമാണ് അവൻ. ദൈവസൃഷ്ടിയിൽ മറ്റെല്ലാ സൃഷ്ടികളും കാൽ വിലപ്പെട്ടവൻ. സ്വപുത്രനെ പോലും മനുഷ്യനു വേണ്ടി നൽകുവാൻ തക്കവിധം ദൈവം അവൻ്റെ രക്ഷയെ അത്ര പരമപ്രധാനമായി പരിഗണിച്ചു. മനുഷ്യനെ ഉന്നതത്തിലേക്ക് തൻ്റെ പക്കലേക്ക് ഉയർത്തി തൻ്റെ വലതുഭാഗത്തിരുത്തുന്നതുവരെ ദൈവം എല്ലാ മാർഗങ്ങളും പ്രയോഗിച്ചുകൊണ്ട് അനവരതം പ്രവർത്തിക്കുന്നു. അങ്ങനെ സ്വപുത്രനെ നൽകുന്ന ആ കാരുണ്യം, ആ സ്നേഹം, അതാണ് ഈ ആഗമന കാലത്തിൽ തിരുപ്പിറവിയുടെ അവസരത്തിൽ നാം കൂടുതൽ വിചിന്തനം ചെയ്യുക. ദൈവത്തിൻ്റെ മനുഷ്യരിലേക്കുള്ള യാത്ര, ആ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഓരോ മനുഷ്യ വ്യക്തിയിലും നമ്മിൽ ഓരോരുത്തരിലും ദർശിക്കേണ്ടത്, പ്രതിഫലിക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവുമാണ്. അവിടുത്തെ മാഹാത്മ്യവും മഹത്വവും മൂല്യവുമാണ് ഓരോ മനുഷ്യ വ്യക്തിയിലും പ്രകടമാകുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്ന പല മരണത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഈ മനുഷ്യൻ്റെ മൂല്യവും വിലയും കാണിക്കുന്ന വിധത്തിലുള്ളതല്ല. ഓരോ ഗർഭചിത്രവും ഭ്രൂണഹത്യയും ആത്മഹത്യയും ദയാവധവുമൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും
നാം തിരിച്ചറിയേണ്ടത്. ഈ ദൈവം നൽകുന്ന അനന്തമായ സ്നേഹവും അവിടുത്തെ പ്രതിഫലനവും മനുഷ്യൻ തിരിച്ചറിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ആഗമന കാലഘട്ടത്തിൽ, ഈ തിരുപ്പിറവിയുടെ അവസരത്തിൽ നമ്മെ കൂടുതലായി ഓർമ്മിപ്പിക്കേണ്ടത് വീണ്ടും ദൈവം മനുഷ്യനിലേക്ക് കടന്നു വരുന്ന ആ യാത്രയെപ്പറ്റിയും മനുഷ്യനിൽ പ്രതിഫലിക്കുന്ന ആ ദൈവത്തിൻ്റെ അനന്തമായ മൂല്യവും വിലയും ഛായയുമൊക്കെയാണ്. അത് നാം തിരിച്ചറിയുമ്പോൾ ബഹുമാനിക്കുവാൻ, മനുഷ്യനെ അവൻ്റെ ആദ്യത്തെ നിമിഷം മുതൽ ആ മനുഷ്യ വ്യക്തി രൂപീകൃതമാകുന്ന പ്രഥമ മുഹൂർത്തം മുതൽ സ്വാഭാവിക മരണം വരെ അവനെ ബഹുമാനിക്കുവാൻ, ആദരവോടുകൂടെ ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതം കാണാൻ ഈ ആഗമന കാലഘട്ടം, ഈ തിരുപ്പിറവിയുടെ അവസരം, ഈ ദൈവത്തിൻ്റെ മനുഷ്യരിലേക്കുള്ള യാത്ര വിചിന്തനം ചെയ്യുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫ്രാൻസിസ് പാപ്പ കാരുണ്യവർഷത്തിൻ്റെ സമാപനത്തിലിറക്കിയ മിസരിക്കോർദിയ എത് മീസര, കരുണയും കരുണാർഹയും എന്ന ആ പ്രബോധന രേഖയുടെ 12-ാം പാരഗ്രാഫിൽ ഈ നിഷ്കളങ്കമായ ഒരു ജീവനെ നശിപ്പിക്കുമ്പോൾ ഗർഭചിത്രം എന്ന ഗൗരവപൂർണമായ പാപമാണെന്ന് പ്രത്യേകമായ വിധത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതത്തിന് അമൂല്യമായ വിലയുണ്ട്. ഓരോ മനുഷ്യ വ്യക്തിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതുകൊണ്ട് ഈ ആഗമന കാലഘട്ടം, ആ കാലിത്തൊഴുത്തിലെ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതലിൻ്റെ സാന്നിധ്യം നമ്മെ കൂടുതലായി ഓർമ്മിപ്പിക്കുക. ഈ ദൈവം ഇറങ്ങി വരുന്ന, മനുഷ്യരിലേക്ക് കടന്നു വരുന്ന ആ യാത്രയെയും, ആ ദൈവം മനുഷ്യൻ നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹത്തിൻ്റെയും അവിടുത്തെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിനെ പറ്റിയെല്ലാമുള്ള ഓർമ്മയാണ്. രണ്ടാമതായി, മനുഷ്യൻ്റെ സഹനങ്ങളുടെ, നൊമ്പരങ്ങളുടെ വേളയിൽ ദൈവം സന്നിഹിതനാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആഗമന കാലഘട്ടത്തിൽ, ഈ തിരുപ്പിറവിയുടെ അവസരത്തിലൊക്കെ നമ്മെ കൂടുതലായി ഓർമ്മിപ്പിക്കേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രയേറെ ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ തൻ്റെ ഏകജാതനെ നമ്മിലേക്ക് പറഞ്ഞയക്കുന്ന, നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ ആ ദിവ്യ പൈതലായി ജന്മമെടുക്കുന്ന ഈ ഒരു കാലഘട്ടം, ദൈവത്തിൻ്റെ സ്നേഹം, പ്രത്യേകിച്ച് മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ, അവനെ എല്ലാ നൊമ്പരങ്ങളുടെയും പാപസാഹചര്യങ്ങളുടെയും അവസ്ഥയിൽ നിന്ന് വിമോചിപ്പിക്കുവാനുള്ള ആ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണാപൂർണമായ ഇടപെടലിനെയാണ് ഓർക്കുന്നത്. ഈ ആഗമന കാലത്ത് ഈ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം അത്രയേറെ മനുഷ്യനെ, ലോകത്തെ സ്നേഹിക്കുന്നതാണ് നാം കാണുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കാണുക, ദൈവം മുൾപ്പടർപ്പിൻ്റെ ഇടയിൽ അത് എരിഞ്ഞു ചാമ്പലാകാത്ത വിധത്തിൽ അഗ്നിയിൽ മോസസിന് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ്. അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു, അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേൾക്കുന്നു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് അവരെ മോചിപ്പിക്കാനും തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ നയിക്കുവാനുമാണ്. അങ്ങനെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ കാണുന്ന ദൈവം, അവൻ്റെ രോദനം ശ്രവിക്കുന്ന ദൈവം, യാതനകൾ അറിയുന്ന ദൈവം, ഇറങ്ങി വരുന്ന ദൈവം, ആ ദൈവത്തെയാണ് പ്രത്യേകിച്ച് ഈ ആഗമന കാലത്തിലും
തിരുപ്പിറവിയുടെ അവസരത്തിലുമൊക്കെ നാം കൂടുതലായി അനുഭവിക്കുക. മനുഷ്യരോടൊപ്പം വസിക്കുവാൻ താല്പര്യത്തോടെ ഇറങ്ങി വരുന്ന ദൈവം, ആ സ്നേഹത്തോടു കൂടെ മനുഷ്യരിലേക്ക് കടന്നു വരുന്ന ദൈവം, മനുഷ്യൻ്റെ നൊമ്പരങ്ങളുടെ അവസരങ്ങളിൽ, വേദനകളുടെ നിമിഷങ്ങളിൽ മനുഷ്യനോട് താല്പര്യത്തോടുകൂടെ, വാത്സല്യത്തോടെ, കരുതലോടുകൂടെ കൂടെ നടക്കുന്ന, കൂടെ യാത്ര ചെയ്യുന്ന ദൈവം. ഫാദർ ബോബി ജോസ് കട്ടിക്കാട്ടിൻ്റെ കൂട്ട് എന്ന ആ പുസ്തകത്തിൽ അതിന് 141 പേജിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു പിതാവിൻ്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. ബോബി ജോസ് അച്ഛൻ പറയുന്നു, ഈ ഒരു പിതാവിൻ്റെ കാര്യം പറഞ്ഞത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു അധ്യാപകൻ കൂടിയായ ഒരു ഡോക്ടർ പങ്കുവച്ച കാര്യമാണ്. അതായത് അവിടെ ഒരു ടെർമിനലിൽ ഏറ്റവും മരണപ്പെടാൻ സാധ്യതയുള്ള രോഗികൾ കിടക്കുന്ന ഒരു വാർഡിൽ മകനുമായി കടന്നു വരുന്ന ഒരച്ഛൻ്റെ അനുഭവമാണ് വിവരിക്കുക. ഈ അച്ഛൻ മകനോടൊപ്പം തന്നെയാണ്, മകന് വേണ്ടി ഒത്തിരിയേറെ കരുതലോടുകൂടെ രാവും പകലും കാത്തിരിക്കുകയാണ്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ICUവിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ മകൻ പലവിധത്തിലുള്ള ഉറക്ക ഗുളികകൾ കൊടുത്തിട്ട് പോലും ഉറക്കം കിട്ടാതെ ഇങ്ങനെ വേദന സഹിച്ച് കഴിയുമ്പോൾ ഈ ഡോക്ടറിനോട് അച്ഛൻ പറഞ്ഞു, എൻ്റെ മകൻ അവൻ ഉറങ്ങണമെങ്കിൽ ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കണം. അവൻ എൻ്റെ ഈ ഹൃദയത്തിൻ്റെ സ്പന്ദനം കേട്ട് അങ്ങനെ കിടക്കുമ്പോൾ അവൻ സുഖമായി ഉറങ്ങും. പക്ഷേ ഈ ICUവിൽ എനിക്ക് പ്രവേശിച്ച് അങ്ങനെ അവനോടൊപ്പം ഇരിക്കാൻ അനുവാദമില്ലല്ലോ. അങ്ങ് ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ അവൻ കിടക്കുന്ന ആ ബെഡിൻ്റെ ഭിത്തിയുടെ അപ്പുറത്ത് ഉണ്ടെന്ന് അവനോട് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ നെഞ്ച് ആ ഭിത്തിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം. അവനോട് അപ്രകാരം പറയുമ്പോൾ ആ എൻ്റെ നെഞ്ചിടിപ്പിനോട് കാതോർക്കുമ്പോൾ അവന് ഉറങ്ങാനാകും. ഡോക്ടർ ഈ രോഗിയോട്, ഈ മകനോട് പറഞ്ഞു, എപ്പോഴും അച്ഛൻ്റെ നെഞ്ചോട് ചേർത്ത് നിൻ്റെ തല ശിരസ് വെച്ചാണ് ഉറങ്ങുന്നതല്ലേ? ദേ അച്ഛൻ ആ മതിലിൻ്റെ ആ ഭിത്തിയുടെ അപ്പുറത്ത് നെഞ്ച് ആ ഭിത്തിയോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. നീ ശ്രദ്ധിച്ചാൽ ആ നെഞ്ചിടിപ്പ് നിനക്ക് ശ്രമിക്കാനാകും. അങ്ങനെ നിനക്ക് സൗകര്യപൂർവ്വം ഉറങ്ങാനാകും. ഡോക്ടർ അവനോട് പറഞ്ഞ്, ഡോക്ടർ അങ്ങനെ ആ ICUവിൽ നൈറ്റ് ഡ്യൂട്ടി എല്ലാം മറ്റ് രോഗികളെ ചികിത്സിക്കുന്നതിലൊക്കെ വ്യാപൃതനായി. പ്രഭാതത്തിൽ ഈ മനുഷ്യൻ ICUവിൽ നിന്ന് ഇറങ്ങി ചെന്നപ്പോൾ കണ്ടതിതാണ്. ഈ അച്ഛൻ ഇങ്ങനൊരു ക്രൂശിതനെ പോലെ കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നെഞ്ച് ഈ ഭിത്തിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരിക്കുന്നു. മകനോട് താല്പര്യമുള്ള, കരുതലുള്ള ഒരു പിതാവ്. യഥാർത്ഥത്തിൽ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള കാരുണ്യം, നമ്മോട് ഓരോരുത്തരോടുമുള്ള സ്നേഹം, കരുതൽ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും അനുഭവിക്കണമെന്നുള്ള കരുതൽ, പ്രത്യേകിച്ച് നമ്മുടെ നൊമ്പരങ്ങളുടെ നിമിഷങ്ങളിൽ, പ്രയാസങ്ങളുടെ അവസരങ്ങളിൽ ആ സ്നേഹപിതാവിൻ്റെ ഹൃദയം തുടിക്കുന്നു. ആ സ്നേഹപിതാവിൻ്റെ അനന്തമായ വിശ്വസ്തതയുടെയും കാരുണ്യത്തിൻ്റെയും അടയാളമാണ് തൻ്റെ അരുമസുതനെ പോലും ഈ ലോകത്തിലേക്ക് അയച്ചത്. അങ്ങനെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അവസരമാണ്, അത് കൂടുതൽ അനുഭവിക്കുവാനുള്ള അവസരമാണ് ഈ ആഗമന കാലവും യേശുവിൻ്റെ തിരുപ്പിറവിയുടെ അനുഗ്രഹീത കാലഘട്ടവും. മൂന്നാമതായി, മനുഷ്യൻ പാപം ചെയ്ത് അകലുമ്പോൾ, ആ ദൈവപിതാവിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് അകന്ന് മാറുമ്പോൾ, ആകുലതയോടെ കടന്നു വരുന്ന ഒരു ദൈവപിതാവിൻ്റെ ഈ മനുഷ്യരിലേക്കുള്ള യാത്രയുടെ ഓർമ്മയാണ് ഈ ആഗമന കാലഘട്ടവും ഈ തിരുപ്പിറവിയുടെ അവസരവും. മനുഷ്യൻ വീണ്ടും തൻ്റെ സ്നേഹവലയത്തിലേക്ക് കടന്നു വരണം. പാപ സാഹചര്യങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ചുകൊണ്ട്
തൻ്റെ ആ സ്നേഹം അനുഭവിക്കാനാകണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ തേടിയെത്തുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അനുഭവം നാം കൂടുതൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന അനുഗ്രഹീത കാലഘട്ടമാണ് ഈ തിരുപ്പിറയുടെ അവസരം. അതിനുവേണ്ടി അതിലേക്ക് നടന്നു ചെല്ലുന്ന അവസരമാണ് ഈ ആഗമന കാലഘട്ടം. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങളാണ് ഈ ആഗമന കാലഘട്ടത്തിലെ ആദ്യ ഞായറാഴ്ച നാം വിചിന്തനം ചെയ്യുന്നത്. അവിടെ ലൂക്കാ സുവിശേഷകൻ ഓർപ്പിക്കുന്ന ഇതാണ്: ജാഗരൂകരായിരിക്കുവിനെന്ന്. പ്രത്യേകിച്ച് നാം അനുദിന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഈ ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൽ നിന്നും അകന്ന് മാറുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ജാഗരൂകരായിരിക്കുക. സുവിശേഷകൻ വ്യക്തമാക്കുന്നു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. അങ്ങനെ ഈ സുഖലോലുപതയിൽ നിന്ന്, മദ്യാസക്തിയിൽ നിന്ന്, ജീവിത വ്യഗ്രതയിൽ നിന്നെല്ലാം നമ്മെ കൂടുതൽ ദൈവത്തിൻ്റെ ആ കരുണാർദ്രമായ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. നമ്മിലേക്ക് കടന്നു വരുന്ന ആ ദൈവത്തെ അവിടുത്തെ ആ യാത്രവേളയിൽ കണ്ടുമുട്ടുന്ന അവസരമാണ് യഥാർത്ഥത്തിൽ ഈ തിരുപ്പിറവിയുടെ കാലഘട്ടം. അതിനുവേണ്ടി ഒരുങ്ങുന്ന ഈ ദിനങ്ങൾ. ആഗമനകാലത്തിൻ്റെ 2-ാം ഞായറാഴ്ച നാം വിചിന്തനം ചെയ്യുന്നത് സ്നാപയോഹന്നാൻ്റെ ആ പ്രവചനങ്ങളാണ്. നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന് പറഞ്ഞ് സ്നാപയോഹന്നാൻ പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും, വളഞ്ഞ വഴി നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യുമെന്ന് സ്നാപയോഹന്നാൻ പ്രവചിക്കുമ്പോൾ, ആ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ്. സ്നാപയോഹന്നാനോട് ജനക്കൂട്ടം വന്ന് ചോദിക്കുന്ന ഇതാണ്: ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം എന്നാണ് അങ്ങ് പറയുന്നത്? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. അങ്ങനെ ജീവിതത്തിൽ ഒരു യൂ-ടേൺ, ഒരു പുതിയ ജീവിതത്തിലേക്ക് പരിവർത്തനം സാധ്യതമാകുക. അതാണ് ഈ ആഗമന കാലഘട്ടം, ഈ തിരുപ്പിറവിയുടെ അവസരം നമ്മെ കൂടുതലായി ഓർമ്മിപ്പിക്കുക. അങ്ങനെ ദൈവം നമ്മിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നാമും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു മടക്കയാത്ര, തിരിച്ചു യാത്ര. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആ ധൂർത്തപുത്രൻ്റെ അനുഗ്രഹീതമായ ആ മുഹൂർത്തത്തിലുള്ള ചിന്ത: ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ പോകും, അവിടെ ചെന്ന് ഞാൻ മാപ്പിരക്കും. ഇതുപോലെ ദൈവസന്നിധിയിലേക്ക് തിരികെ പോകാനുള്ള ഒരു അനുഗ്രഹീത കാലഘട്ടമാണ് ഈ ആഗമന കാലവും യേശുവിൻ്റെ പിറവിത്തിരുനാളിൻ്റെ അവസരവും. നമ്മുടെ ജീവിതത്തിലേക്ക് ഉന്നതങ്ങളിൽ നിന്ന് ഉഷസ് കടന്നു വരുന്ന അങ്ങനെ ഒരു പ്രഭാതം നമ്മുടെയും ഹൃദയത്തിൽ പൊട്ടിവിടരുന്ന അനുഗ്രഹീതമായ കാലഘട്ടമാണിത്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകും. അങ്ങനെ ഒരു പുതിയ ജീവിതം ഞാനും സ്വന്തമാക്കും. ഈ ആഗമന കാലഘട്ടം, പിറവിത്തിരുനാളിന് ഒരുങ്ങുന്ന കാലഘട്ടം, അതുകൊണ്ട് ഒരു നല്ല കുമ്പസാരം നടത്തി എൻ്റെ ജീവിതത്തിലെ പോരായ്മകളും ബലഹീനതകളും പാപബന്ധനങ്ങളും തിരിച്ചറിയുവാനുള്ള അവസരമാകട്ടെ. ഇത് ദൈവത്തിലേക്ക് തിരികെയുള്ള ഒരു മടക്കയാത്രയുടെ, ഇത്രയും നാൾ സഞ്ചരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി
ദൈവത്തിലേക്കൊരു യു ടേൺ എടുക്കുവാനുള്ള ഒരവസരമാകട്ടെ. അതിന് പ്രഥമവും പ്രധാനവുമായി ഒരു നല്ല കുമ്പസാരം, വിശുദ്ധമായ ഒരു അനുരഞ്ജന കൂദാശ നടത്തിക്കൊണ്ട് ജീവിതം കൂടുതൽ ആ കരുണാർദ്രമായ സ്നേഹം അനുഭവിക്കുവാനുള്ള അവസരമാകട്ടെ. രണ്ടാമതായി, മറ്റുള്ളവരോടുള്ള അനുരഞ്ജനപ്പെടുത്തൽ. എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ കുടുംബാംഗങ്ങളോട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവരോടുള്ള എൻ്റെ ബന്ധം, അവിടെയെല്ലാം ഒരു അനുരഞ്ജനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പര ധാരണയുടെ ഒരു ജീവിത ശൈലി തുടങ്ങുവാൻ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അസ്വസ്ഥതകൾ, മറ്റുള്ളവരോടുള്ള പക, പരിദേവനം, വെറുപ്പ്, അവയെല്ലാം മാറ്റിക്കൊണ്ട് ഒരു അനുരഞ്ജനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു അനുഭവം കൊണ്ടുവരുവാനുള്ള കാലഘട്ടമാണിത്. അതോടൊപ്പം തന്നെ ഈ ആഗമന കാലഘട്ടത്തിൽ മത്സ്യവും മാംസവും ഒക്കെ അല്പം ഉപേക്ഷിച്ചുകൊണ്ട്, അങ്ങനെ കൂടുതൽ നാം ചെയ്യുന്ന ആ ത്യാഗപ്രവൃത്തികളിൽ നിന്നും, അതെത്ര ചെറുതാണെങ്കിലും കുറച്ചുകൂടെ സമൂഹത്തിൽ നൊമ്പരപ്പെടുന്നവർക്ക്, പ്രയാസമനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമാകുവാനുള്ള സാധ്യതയാകാം. തീർച്ചയായും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരു പുൽക്കൂട് നിർമ്മിക്കുകയും അത് ലളിതമായ രീതിയിൽ, അതോടൊപ്പം തന്നെ സാധിക്കുമെങ്കിൽ കുടുംബത്തിൽ തന്നെ ഒരു നക്ഷത്ര വിളക്ക് തീർത്ത് വാങ്ങിച്ച് റെഡിമെയ്ഡിനേക്കാൾ കൂടുതൽ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ആ കൂട്ടായ്മയുടെ ഒരു അവസരമാക്കി ഈ പുൽക്കൂട് നിർമ്മാണവും നക്ഷത്രമൊരുക്കലുമൊക്കെ ആകട്ടെ. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ, വാട്സപ്പിലൂടെയും മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയുമൊക്കെ ഓരോ ദിവസവും കിട്ടുന്ന ആ കൊച്ചു വിചിന്തനങ്ങൾ, ചിന്തകൾ നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി അങ്ങനെ കൂടുതൽ ഈ ജീവിതം, ഈ ഒരുക്കം കൂടുതൽ അനുഗ്രഹപ്രദമാക്കി മാറ്റാൻ നമുക്ക് സാധ്യതമാകണം. മാത്രമല്ല, ഈ ആഗമന കാലഘട്ടത്തിൽ കുടുംബ പ്രാർത്ഥന മുടക്കില്ലെന്നുള്ള ഒരു തീരുമാനം, അങ്ങനെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വരികയും അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കൂട്ടായ്മയിൽ കൂടുതൽ ഐക്യത്തിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കേണ്ട അനുഗ്രഹീത കാലഘട്ടവുമാകട്ടെ ഇത്. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നിന്നും രോഗികളായി ആരെങ്കിലും ആശുപത്രിയിൽ കഴിയുന്നുണ്ടെങ്കിൽ, ഏകാന്തരായി നമ്മുടെ അയൽവക്കത്തൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി ഏതാനും സമയം, ഏതാനും മിനിറ്റുകളെങ്കിലും ചിലവഴിച്ച് ഒരു കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു ഉപകരണമായി ഞാനും മാറുമ്പോൾ ഈ തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടം നമുക്ക് കൂടുതൽ അനുഗ്രഹപ്രദമായി മാറും. ദൈവത്തിൻ്റെ മനുഷ്യരിലേക്കുള്ള യാത്ര അനുസ്മരിക്കുമ്പോൾ നമുക്കും ദൈവത്തിലേക്ക് തിരികെ പോകാം. ആ മടക്കയാത്ര അനുഗ്രഹത്തിൻ്റെ ഒരനുഭവമാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യവും അനന്തമായ സ്നേഹവും അനുഭവിക്കുന്ന അനുഗ്രഹീതമായ കാലഘട്ടമാണ് ഈ ആഗമനകാലം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥ വായനകളുടെ വിചിന്തനങ്ങൾ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് പോലെ അങ്ങിലേക്ക് തിരികെ വരാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാഹാത്മ്യവും മഹത്വവും മനസ്സിലാക്കാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ഞങ്ങൾക്ക് വരമേകണമേ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സമൂഹത്തിൽ നൊമ്പരപ്പെടുന്നവരുടെ ചാരെ ഞങ്ങളും ചെന്ന് അങ്ങയുടെ ആ യാത്രയുടെ തുടർച്ച ഞങ്ങളുടെ ജീവിതം വഴി നടത്തുവാൻ ഇടയാക്കണമേ. അങ്ങനെ എല്ലാവിധത്തിലും ആ അത്യുന്നതങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ആ സ്നേഹത്തിൻ്റെ സന്ദേശം ഞങ്ങളുടെയും ഭാഗമാക്കാൻ, കാലിത്തൊഴുത്തിൽ ഓമനത്വം തുളുമ്പുന്ന ആ ദിവ്യ പൈതലിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും ഞങ്ങളുടെയും സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് വരമേകണമേ. പ്രിയമുള്ളവരെ, ഈ ആഗമന കാലഘട്ടം അങ്ങനെ ഒരു യു ടേൺ, ഒരു മടക്കവരവിൻ്റെ അവസരമാകട്ടെ. തിരുപ്പിറവി ആഘോഷം ഏറ്റവും പ്രസാദാത്മകമായി മാറാൻ, അനുഗ്രഹപ്രദമായി മാറാൻ നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.